ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. കൊമ്പൻപാറ സ്വദേശി സോഫിയാണ് മരിച്ചത്. വീടിന് സമീപത്തെ അരുവിയിൽ കുളിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. സിജോ വർഗീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സിജോ, ഇങ്ങനെ ഇത് ആവർത്തിക്കുകയാണ്, കാട്ടാന ആക്രമണത്തിൽ മരണം തുടരുകയാണ്. ഇതെന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. നാട്ടുകാർ നൽകുന്ന പ്രാഥമിക വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പെരുവന്താനം പഞ്ചായത്തിലെ 7-ാം വാർഡ് കൊമ്പൻപാറ ഭാഗത്ത് നെല്ലിവിള പത്തും വീട്ടിൽ ഇസ്മായിലിന്റെ ഭാര്യ സോഫിയ ആണ് മരിച്ചത്. കുളിക്കാനായി വീടിന് സമീപത്ത് അരുവിലേക്ക് പോയപ്പോൾ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ വിവരം അറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ നാട്ടിൽ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം, അതായത് ഈ കൊമ്പൻപാറ എന്ന് പറയുന്ന പ്രദേശം, മതമ്പ, ഈ മേഖലകളെല്ലാം തന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളുടെ ഒരു അതിർത്തി പ്രദേശമാണ്. വനമേഖലയോട് ചേർന്നുള്ള എസ്റ്റേറ്റ് മേഖലയാണ്. ഈ TRNT എസ്റ്റേറ്റ് ഭാഗമൊക്കെ ഈ പ്രദേശത്ത് തന്നെയാണ്. ഇവിടെ കാട്ടാനശല്യം നേരത്തെയും ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നാട്ടുകാർ പങ്കുവെക്കുന്നത്. അതിരൂക്ഷമായ കാട്ടാന ശല്യത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായ ഒരു സ്ഥലം തന്നെയാണ്. ഈ കാട്ടാനകൾ ഇടക്കാലം കൊണ്ട് ഈ കാട്ടാനകളുടെ ശല്യം കുറവായിരുന്നു. ഉൾവനത്തിലേക്ക് കയറിപ്പോയ കാട്ടാനകൾ വേനൽക്കടുത്തോടുകൂടി പിന്നീട് പുറത്തേക്ക് ഇറങ്ങി എന്നുള്ള ഒരു വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും ഈ ജനവാസ മേഖല തന്നെയാണ്. ഈ ജനവാസ മേഖലയിൽ ഈ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഭാഗത്ത് അരുവിയുണ്ട്. അവിടെ കുളിക്കാനായിട്ട് പോയപ്പോൾ ആനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. സിജോ, നേരത്തെ ഇപ്പോൾ സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വനമേഖലയോട് ചേർന്നുള്ള അതിർത്തിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരത്തിലുള്ള പരാതികൾ എന്തെങ്കിലും കാട്ടാന ആക്രമണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയോ അത്തരത്തിൽ എന്തെങ്കിലും ആ പ്രദേശം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പരാതികൾ നേരത്തെ നൽകിയിട്ടുണ്ടോ നാട്ടുകാർ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതായത് ഈ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് എസ്റ്റേറ്റ് മേഖലയിലെ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ജനങ്ങൾക്ക് തുല്യമായി പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമെല്ലാം ഉണ്ടായിരുന്ന ഒരു ഇടമാണ്, മലയോര മേഖലയാണ്. ഈ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഈ പ്രദേശത്തെ വനമേഖലയിൽ നിന്ന് ആണ് ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. ജനവാസ മേഖലയിൽ സിജോ ഒന്ന് തുടരുക. ഇപ്പോൾ വാർഡ് മെമ്പർ സാലിക്കുട്ടി ചേരുന്നുണ്ട്. ശ്രീമതി സാലിക്കുട്ടി, ഇങ്ങനെ കാട്ടാന ആക്രമണം തുടരുന്നു, കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. നേരത്തെ തന്നെ നാട്ടുകാർ അവിടെ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ കാര്യങ്ങൾ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് കാലങ്ങളിലും ഇവിടെ പല ദിവസങ്ങളിലും ഞങ്ങൾ ദിവസങ്ങളോളം സമരങ്ങൾ നടത്തിയിട്ടുള്ള ഈ കാട്ടാന ശല്യം കൊണ്ട് ആൾക്കാർക്ക് പൊറുതിമുട്ടിയിട്ട്. പക്ഷെ ഇന്ന് വരെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ സ്ത്രീ ഇവിടെ കുളിക്കാൻ വന്നു. കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ സ്ത്രീക്ക് ഇങ്ങനൊരു ദാരുണമായ ഒരു ദുരന്തം സംഭവിച്ചത്. ഇത് ഈ നാട്ടിലെ ഇനിയുള്ള ആൾക്കാർക്കും സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ ഇതിനുള്ള തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷമല്ലാതെ ഇവിടെ നിന്ന് ഈ ബോഡി ഞങ്ങൾ എടുപ്പിക്കില്ല. അത് ഞങ്ങൾ ഈ നാട്ടിലെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് അത് എന്റെയും ഈ നാട്ടിലെ ഈ പൊതുസമൂഹത്തിന്റെയും കൂടെ ഒരു ആവശ്യമായിട്ട് കരുതിക്കൊണ്ട് ഞാനിത് ആവർത്തിക്കുകയാണ്. നേരത്തെ പരാതി നൽകിയപ്പോൾ എന്തായിരുന്നു അധികൃതരുടെ ഭാഗത്തുണ്ടായ മറുപടി? എന്തായിരുന്നു? നേരത്തെ ഞങ്ങൾ സമരം ചെയ്തു. വല്ലപ്പോഴും വന്ന് ഇങ്ങനെ ആന വരുന്നു പറയുമ്പോൾ ഇവര് ഫോറസ്റ്റുകാർ വരുന്നു, ഒന്ന് ഓടിക്കുന്നു, പോകുന്നു, പിന്നെ വരുന്നില്ല. പിന്നെയും വരുന്ന ഒന്നാമത് ഒരു വഴി സൗകര്യം അധികം ഇല്ലാത്തൊരു പ്രദേശമാണ്. അപ്പൊ അത് കാരണം ഞങ്ങൾ ഇന്ന് ഇവിടെ ആളുകൾ രോഷാകുലരായിട്ടൊന്ന് പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം രോഷാകുലരായിട്ടൊന്ന് പ്രതികരിക്കുക. അത് കാരണം ഒരു കാരണവശാൽ ഓടി എടുക്കേണ്ട ആവശ്യം ഞങ്ങൾ എടുപ്പിക്കുകയില്ല. അതിന് യാതൊരു മാറ്റവും ഇല്ല. എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ള തീരുമാനം ഉണ്ടായി കിട്ടിയിട്ട് മാത്രമേ ഞങ്ങൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നടപടിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതിന് യാതൊരു മാറ്റവും ഇല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. പ്രതിഷേധം തന്നെയാണ്. വരട്ടെ, മേലിന്റെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരില്ലേ, അവരൊക്കെ വരട്ടെ. ഞങ്ങൾക്ക് ഒരു തീരുമാനം ഞങ്ങളുടെ നാട്ടുകാർക്ക് ഉണ്ടാക്കി തരട്ടെ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ. ഇനി ഇത് തന്നെ ഇത് ആവർത്തിക്കും ഇവിടെ. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് പറയുന്നത്. ഇത് ഞങ്ങൾക്ക് ചെയ്ത് കിട്ടണം. വരട്ടെ ഉദ്യോഗസ്ഥർ. നേരത്തെ അവിടെ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. നിങ്ങളുടെ എത്ര നാൾ കൂടിയുള്ള ആവശ്യമാണ് ഇങ്ങനെ അധികൃതർക്ക് മുന്നിൽ നിങ്ങൾ ഇങ്ങനെ പരാതിയൊക്കെ സമർപ്പിച്ചിരുന്നു? കുറെ കാലമായോ? പരാതിയൊക്കെ ഒരുപാട് കാലങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം അറിയിച്ചിട്ടുണ്ട്. എല്ലാം നാട്ടുകാർ സമരം ചെയ്ത് 9 ദിവസം സമരം പന്തൽ കെട്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും ഇവിടുത്തെ ആളുകളെല്ലാം രോഷാകുലരാണ്. അതുകൊണ്ടാണ് ഇതിവിടെ കേൾക്കുന്നത്, ഒച്ച കേൾകളെ ഉണ്ടാകുന്നത്. ആൾക്കാർ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്.
അപ്പൊ ഇതിന് തീരുമാനം ഉണ്ടാകാതെ ഞാൻ ഒരു കാരണവശാലും അതൊരു പാവം പിടിച്ചൊരു മനുഷ്യനും ആ സ്ത്രീ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. അവർക്കൊരു വയ്യാത്തൊരു കൊച്ചുണ്ട്, ഒരു പെൺകൊച്ചും മിണ്ടുകലാത്തൊരു കുഞ്ഞും. ഇനി അവരുടെ അവസ്ഥ എന്തുവാ ഇത്? വാർഡ് മെമ്പർ സാലിക്കുട്ടിയാണ് പ്രതികരിച്ചത്. നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. കാട്ടാന ആക്രമണം പ്രദേശത്ത് ഉണ്ടായിരുന്നു. അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകി, സമരം നടത്തി. പക്ഷേ യാതൊരു രീതിയിലുള്ള പ്രതികരണവും അല്ലെങ്കിൽ അനുകൂലമായ നിലപാടും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. സിജോ തുടരുന്നുണ്ട്. സിജോ, ഇപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവിടെ വലിയൊരു പ്രതിഷേധത്തിന് സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം എടുക്കാൻ അനുവദിക്കില്ല, എന്തെങ്കിലും ഒരു തീരുമാനം ഈ വിഷയത്തിൽ എന്നാണ് അവർ പറയുന്നത്. ജീന, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ പലതവണ പ്രതികരിച്ചും അടുത്ത ഒരു ജനത അത് അവരുടെ ഒരു നിസ്സഹായാവസ്ഥയാണ് ഈ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തി കാലങ്ങളായി. സിജോ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഡീൻ കുര്യാക്കോസ് ചേരുന്നുണ്ട്. താങ്കൾക്ക് കേൾക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടിട്ടുണ്ടാകുമല്ലോ. ഒരു ജീവൻ വീണ്ടും കാട്ടാന എടുത്തിരിക്കുകയാണ്. നേരത്തെ ഇത്തരത്തിലുള്ള പരാതികൾ, കാട്ടാന ആക്രമണം അവിടെ ഉണ്ട് എന്നുള്ള പരാതികൾ നേരത്തെ അധികൃതരുടെ ശ്രദ്ധയിൽ നാട്ടുകാർ പെടുത്തിയിരുന്നു, സമരം ചെയ്തിരുന്നു. യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. വാർഡ് മെമ്പർ അടക്കം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഇത് തന്നെയാണ് എനിക്കും ലഭിച്ചിട്ടുള്ള അറിവ്. ഞാനിപ്പോൾ ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിലാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയുണ്ട്. കാരണം ആ പ്രദേശം എന്ന് പറയുന്നത് തുടർച്ചയായി കാട്ടാനകളുടെ ആക്രമണമുള്ള ഒരു മേഖലയാണ്. അപ്പൊ അവിടെ വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരുക്കേണ്ടതുണ്ടായിരുന്നു. അത് ആ കാര്യത്തിൽ വലിയ പാളിച്ച ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. വളരെയധികം സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഒരു വീട്ടമ്മ ഈ വിധത്തിൽ ദയനീയമായ നിലയിൽ കൊല ചെയ്യപ്പെടുക എന്നുള്ളത്. കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ വിധത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നോക്കൂത്തിയായി ഒരു സർക്കാർ സംവിധാനമാകെ നിൽക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് കാന്തല്ലൂരിൽ ഒരു ഫോറസ്റ്റ് വാച്ചർ തന്നെ മരണപ്പെട്ടത്. ഇപ്പോൾ അടുത്ത ഒരു വീട്ടമ്മ കൂടി മരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം എവിടെ എപ്പോൾ എങ്ങനെ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അതിദാരുണമായ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു. സർക്കാർ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് മാന്യമായ നിലയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചില്ല എങ്കിൽ ഇനി മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീഴുന്ന ഒരു സംഭവങ്ങൾക്കായിരിക്കും നമ്മൾ സാക്ഷികളാകാൻ പോവുക. അതിശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ആ പ്രതിഷേധങ്ങളെ എല്ലാ അർത്ഥത്തിലും കൃത്യമായ രീതിയിൽ ഗൗരവത്തോടു കൂടി സർക്കാർ കാണേണ്ടതാണ് എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ശരി, നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചതിന്. വീണ്ടും സിജോയിലേക്ക് പോവുകയാണ്. സിജോ, നേരത്തെ വാർഡ് മെമ്പർ പറഞ്ഞത് പ്രകാരം അവിടെ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ദിന വളരെ നാളത്തെ ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തിനൊടുവിൽ പരിഹാരമുണ്ടാക്കാമെന്ന് അധികൃതരുടെ ഒരു ഉറപ്പ്, ആ ഉറപ്പെല്ലാം വിശ്വസിച്ച് ജീവൻ സ്വത്തിനും സുരക്ഷ ഒരുക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു നാട്ടുകാരെല്ലാം കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അവർ എന്താണോ ഭയപ്പെട്ടിരുന്നത് ആ ഭയപ്പെട്ടത് സംഭവിച്ചു എന്നുള്ളതാണ് വസ്തുത. ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരു ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സംഭവത്തിന് എന്ത് പറഞ്ഞ അധികൃതർ ഒഴിയും എന്നുള്ള ഒരു ചോദ്യം, ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയാൻ എന്തായാലും അധികൃതർ ഉത്തരം പറഞ്ഞ് മതിയാവൂ. സ്ഥലത്ത് വനംവകുപ്പിന്റെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണം. എങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ അനുവദിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം അത് അവരുടെ വികാരമാണ്, അവരുടെ ആവശ്യമുള്ള കാലങ്ങളായി ഉണ്ടായിരുന്ന ഒരു ആവശ്യം തന്നെയാണ്. അതിന് ഏത് രീതിയിൽ നമ്മൾ എതിർത്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ എന്ത് രീതിയിൽ ന്യായീകരിക്കാനും ഉതകുന്ന ഒരു കാര്യവുമല്ല. എന്തായാലും ഈ വൈകുന്നേരത്തോടു കൂടിയാണ് കട്ടയുടെ ആക്രമണം ഉണ്ടാവുന്നത്. 5 കൂടി ഈ കുളിക്കാനായിട്ട് വീടിന് സമീപത്തെ അരുവിലേക്ക് പോയ സോഫിയെ ആന ആക്രമിക്കുകയായിരുന്നു. ഏറെ നേരമായിട്ടും എമ്മയെ കാണാതെ തുടർന്ന് മകൻ അന്വേഷിച്ചെന്നപ്പോഴാണ് ഈ അരുവിക്ക് സമീപത്ത്. ശരി സിജോ വർഗീസ്, ഏതായാലും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം കൂടി സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ്. ഇടുക്കി പെരുവന്താനത്താണ് കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടത്. കൊമ്പൻപാറ സ്വദേശി സോഫിയ ആണ് മരിച്ചത്. വിശദാംശങ്ങളാണ് സിജോ നൽകിയത്.